ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സുഖിനെ കുറച്ച് ചെടികൾ കാണിക്കാൻ കേട്ടോ. ഹാങ്ങിങ് പ്ലാന്റ് വലിയ വില കൂടിയ ചെടികളൊന്നും അല്ലടേ. എന്നാലും ചിലപ്പോൾ നമുക്കൊരു ഇഷ്ടങ്ങളൊക്കെ തോന്നത്തില്ലേ. വില കുറഞ്ഞ ചെടികളാണെങ്കിലും ഒന്ന് തൂക്കിയിട്ടാൽ നമുക്ക് ഭംഗി തോന്നും എന്നൊക്കെ നമുക്ക് തോന്നത്തില്ലേ. വലിയ വില കൂടിയ ചെടികളൊന്നും അല്ല, നല്ല ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് രാവിലെ ഇറങ്ങി ഒന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ. ഒരു പച്ചപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചെടിയൊക്കെ ഞാൻ കുറച്ച് ചെടിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വലിയ വില കൂടിയ ചെടി നിങ്ങൾ കളിയാക്കരുത് കേട്ടോ. വലിയ വില കൂടിയ ചെടികളൊന്നാലും ചിലർക്ക് ഇഷ്ടം. ഒരു സമയത്ത് ഇതിനോട് ഭയങ്കര ഭ്രാന്തായിരുന്നു. ഏത് കോവിഡ് സമയത്ത് ഈ വീടിൻ്റെ 4 വശത്തും കെട്ടിത്തൂക്കി എന്തൊക്കെ കോപ്രായങ്ങൾ കെട്ടിത്തൂക്കിയിട്ടുണ്ടെന്നറിയാം. പിന്നെ അത് പിന്നെ കളഞ്ഞു. ഒരുപാട് അന്ന് ഭയങ്കര ഭ്രാന്തായിരുന്നു ഇതേപോലെ ഓരോന്ന് ചെയ്യാനും ഒക്കെ കേട്ടോ. ഇപ്പോൾ അതിനോടൊക്കെ നമുക്കൊരു കുറവ് വന്നാൽ എന്നാലും ഇഷ്ടമാണ് ചെടികളോടൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചെടികളൊക്കെ കാണാം. മടിയാണ്, വീഡിയോ ഒക്കെ ഇടാൻ മടിയാണ് സത്യം പറഞ്ഞാൽ. അങ്ങോട്ട് ആരും കാണാനൊന്നും ഇല്ലെന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ വരും കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ ഇഴഞ്ഞൊക്കെ പോവുകയാണ് വീഡിയോ ഇടിയിലൊക്കെ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോഴേ നമുക്ക് കാണാൻ പോകാം കേട്ടോ. അപ്പോഴിവിടെ കുറച്ച് ഓർക്കിഡൊക്കെ നമ്മളിങ്ങനെ കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട്. ഇതിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം പോയതാ. നമ്മൾ നെറ്റിങ്ങനെ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നെറ്റൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെയാണ്. നല്ല ഓർക്കിഡ് നല്ല വിലയാണ് കേട്ടോ. ഉപ്പും എല്ലാത്തിൻ്റെയും വില ചോദിക്കുക, എന്നിട്ട് വാങ്ങിക്കത്തില്ല കേട്ടോ. എന്നാലും അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നത് നമ്മളിങ്ങനെ കെട്ടി തൂക്കി ഇടാറാണ് പതിവ്. പക്ഷെ ഒരുപാട് പൂ പിടിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കളിയാക്കിയൊന്നും വേണ്ടടേ. ഒരുപാട് പൂ പിടിച്ചു കേട്ടോ. ഇതിനകത്തൊക്കെ ഒരുപാട് പൂ പിടിച്ചു. എനിക്കൊരു 2-3 സൈസ് ഓർക്കിഡ് ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് അത് ഇന്നാളെ ഞാൻ കാണിച്ചതാണ് കേട്ടോ. ഇതിങ്ങനെ എടുത്ത് വെച്ചേക്കണം. പിന്നെ ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് പ്ലാസ്റ്റിക് ചട്ടിക്കകത്ത് ഇരിക്കുന്നതാണ് കേട്ടോ. ഞാനത് നമ്മുടെ ഈ ചട്ടിക്കകത്ത് പെയിൻ്റ് അടിച്ച് ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇന്നാളും ഞാൻ കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതാ സുപ്പ് ഇവിടെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ് വലിയ വില കൂടിയ ചെടികളൊന്നും അല്ലടേ. കുഞ്ഞു ചെടികളൊക്കെയാണ് കേട്ടോ. എന്നാലും ഇത് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് കേട്ടോ. ഇത് ഇങ്ങനെ ഞങ്ങൾ കെട്ടിയിട്ടേക്കാണ്. ഇത് കേട്ടോ നമ്മുടെ അടുക്കളയുടെ ആ വശത്താട്ടോ. ഈ അടുക്കളയുടെ ഇവിടെ സൈഡിൽ നമ്മളിങ്ങനെ ഷീറ്റ് ഇട്ടേക്കുന്നിടത്ത് നമ്മളിങ്ങനെ ഇട്ടേക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ആരും കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഓരോ ഭ്രാന്ത് എൻ്റെ മോടെ. ഇവിടെ എല്ലാം ഇങ്ങനെ ഇത്രയും സ്ഥലത്ത് വെറുതെ ഷീറ്റ് ഇട്ടേക്കുമല്ലേ. ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ടേക്കുകയാണ് കേട്ടോ. ഇതേണ്ട ഈ ചെടി, ഇത് നല്ല രസം കേട്ടോ. ഈ ചെടി നല്ല ഭംഗിയല്ലേ. ഇതേണ്ടതാണ് ഇതങ്ങ് കൂട് കുത്തി ഉണ്ടാവും കേട്ടോ. ഇത് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഇതിങ്ങനെ മേളോട്ട് കിളിച്ചത് ഒരു ചെടിയായിട്ട്. പക്ഷെ ഞങ്ങളിത് ചട്ടിക്കകത്താണ് നട്ടേക്കുന്നത് കേട്ടോ. ചട്ടിക്കകത്ത് വന്ന് ഇത് താഴോട്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുവാന്നേ. താഴോട്ടിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ ഇത് മേപ്പോട്ട് കിളിക്കുന്ന ചെടിയാണ്. ഞങ്ങളിത് ചട്ടിക്കകത്ത് നട്ട് ഇങ്ങനെ ആക്കി കേട്ടോ. പിന്നെ ഇത് നല്ലൊരു ചെടിയാണ് കണ്ടോ. ചെടികളൊക്കെ നിങ്ങൾ എല്ലായിടത്തും കാണുന്നതാണ്. ഇതേ ഇച്ചിരി വെട്ടക്കുറവുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ. കുറച്ച് ചെടികൾ കേട്ടോ. ഇങ്ങനെ ഒരു രസം ഞങ്ങൾക്ക് തോന്നി, അങ്ങനെ ഞങ്ങളിവിടെ കെട്ടിയിട്ടതാണത്. ഇത് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഇലയുള്ളൊരു ചെടിയുണ്ടല്ലോ. കണ്ടോ. പിന്നെ ഇത് നല്ല രസമാണ്. കുഞ്ഞിലയുള്ളത് നല്ല ഭംഗിയല്ലേ. ഇങ്ങനെ താഴോട്ട് ഇതില്ല വെള്ളത്തണ്ടിൻ്റെ കൂട്ടുള്ള ഒരു ചെടിയെ. ഇതിൻ്റെ ഒന്നും പേര് സുപ്പൂനെ അറിയത്തില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വളർത്തിയിട്ടേക്കുന്നത്. എനിക്കിതിൻ്റെ ഒന്നും പേരൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ മതിലാണ് കേട്ടോ. ഞാൻ അതും പറയാൻ മറന്നുപോയി. നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഉള്ള നമ്മുടെ മതിലാണ് കേട്ടോ. ഇത് നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ പാത്രം കഴുകാനും മീൻ വെട്ടാനും ഒക്കെ ഞാൻ
നമ്മളിവിടെ ഉണ്ടാക്കിയതാണ്. നല്ല രസമാണ്. ഇത് മതിലാണ്, അപ്പുറത്ത് വീട്ടിലെ മതിലുണ്ടല്ലോ, നടുക്കൂടുള്ള മതിൽ, ആ മതിലേലാണ് കേട്ടോ ഞങ്ങൾ ഇതൊക്കെ ചെയ്തേക്കുന്നത്. നമ്മളിങ്ങനെ ടൈലൊക്കെ ഒട്ടിച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ മേശത്തട്ടൊക്കെ ഉണ്ടാക്കി, ആർക്കെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ, ജോലിക്കാരൊക്കെ വരുവാണെങ്കിൽ ഇരുത്തി ഫുഡൊക്കെ കൊടുക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയത് എനിക്കിഷ്ടം കേട്ടോ. എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഇത്, ഇങ്ങനെ ഉണ്ടാക്കിയത്. പുറത്തുനിന്ന് ജോലിക്കാരൊക്കെ നമുക്ക് നിൽക്കുമ്പോഴേ അവർക്കിങ്ങനെ ഫുഡ് കൊടുക്കാനൊക്കെ നല്ലതല്ലേ. അപ്പോൾ ഈ മതിലിനകത്താണ് നമ്മൾ ഇങ്ങനെ ടൈലൊക്കെ ഒട്ടിച്ച് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം സുപ്പുവിൻ്റെ ഐഡിയ കേട്ടോ. ഇതെല്ലാം സുപ്പുവിൻ്റെ ഐഡിയകളാണ്. ഇങ്ങനെ മതിലിൻ്റെ അപ്പുറത്ത് വീട്ടുകാർക്കൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിപ്പം നമ്മുടെ ഏരിയ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് എന്ത് വേണേലും ചെയ്യാം. ഇങ്ങനെ ഷീറ്റിൻ്റെ താഴെ ഇങ്ങനെ കേട്ടോ. ഇത് അടുപ്പ് കണ്ടോ, വിറകടുപ്പ് നമ്മുടെ മുറ്റത്ത് വെച്ച് ഞാൻ നേരത്തെയൊക്കെ ചെയ്യാറുണ്ട്, വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊരു സൂപ്പർ ഒരു ഐഡിയ ആണ് കേട്ടോ. ഇങ്ങനൊന്നും ഐഡിയ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് സൂപ്പ് ഇത് കാണിച്ചു തന്നത് കേട്ടോ. നല്ല ഐഡിയ ആണ്, നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇത് ചെയ്യാം. ഈ ഒരു പുറത്ത് നമുക്ക് മൺചട്ടികളൊക്കെ എടുത്ത് സൂക്ഷിക്കാൻ ഇത് നല്ലതാണ്. വെളിയിൽ ഇങ്ങനെ കബോർഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കബോർഡ് ചെയ്താൽ അത് നല്ലതാണ് കേട്ടോ. ചട്ടിയും കലവൊന്നും നമ്മുടെ പേരയ്ക്ക് അടുക്കളയിൽ കിടന്ന് തള്ളി ഉന്തിയൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലതാണ് നമുക്ക്. ഇതും നല്ലതാണ് കേട്ടോ. ഇത് ഇങ്ങനെ നല്ലതാണ് കേട്ടോ. അപ്പോഴെല്ലാം കൊണ്ട് നല്ലതാണ്. നമുക്ക് മഴയത്തൊക്കെ നിന്ന് പാത്രങ്ങൾ കഴുകാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല വീഡിയോ, ഈ സൂര്യപ്രകാശമുള്ള സമയത്തെ. അപ്പോഴിങ്ങനെ നമുക്ക് ഓർക്കിഡൊക്കെ ഇങ്ങനെ വളർത്താം കേട്ടോ. നമുക്ക് കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഓർക്കിഡൊക്കെ നമുക്കിങ്ങനെ വളർത്താം കേട്ടോ. ഇത് പിന്നെ സാധാ ചെടികൾ കേട്ടോ, സാധാ ചെടികളാണിത്. ഇങ്ങനെ ഇതിലും ഉണ്ടായിരുന്നു നമുക്ക് ചെടി കേട്ടോ. ഇതിലും ഉണ്ടായിരുന്ന ചെടികൾ നല്ല ഭംഗിയാണ്, ഒരു രസം, ഒരു പച്ചപ്പ് നമുക്ക് തോന്നുമല്ലേ എപ്പോഴും അല്ലേ. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ കണ്ടിരിക്കാൻ ഒരു രസമാണ്, ഇങ്ങനെ കണ്ടിരിക്കാൻ ഒരു രസമാണ് കേട്ടോ. ഇവിടെയൊക്കെ വരുമ്പോഴേ അപ്പോഴും സുപ്പുവിൻ്റെ ഹാങ്ങിങ് പ്ലാന്റ് കുറഞ്ഞ ചെടി, കുറഞ്ഞ വിലക്കുറവിനുള്ള ചെടികൾ. ഇതൊന്നും വലിയ വില കൂടിയ ചെടികളൊന്നുമല്ല, എന്നാലും ഒരിഷ്ടം ഇതിനോടൊക്കെ നമുക്ക്. ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ തേങ്ങ തിരുമ്പുന്ന ഇവിടെ അപ്പോഴേ കിളികൾ വരും കേട്ടോ, നമ്മുടെ കരിയിലക്കിളിയൊക്കെ വരും കേട്ടോ. അവർക്കും ഇട്ട് കൊടുക്കും ഞാൻ. മക്കളുടെ ബഹളമാണ് ഇവിടെ കേട്ടോ. ഒരു സമയമാകുമ്പോൾ ഇവരിങ്ങനെ ബഹളം ഉണ്ടാക്കാണ്. ഇതിനകത്തുനിന്ന് പൈപ്പിനകത്തുനിന്ന് കുറേശ്ശെ വെള്ളം ഇറ്റിച്ച് ഇരിക്കും കേട്ടോ. അത് ഇവർ കുടിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാനങ്ങനെ ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇറ്റിച്ച് ഇവർക്ക് കുടിക്കാനൊക്കെ ഞാനിങ്ങനെ ചെയ്ത് വെക്കുന്നതാണ്. ഈ ചെടി നല്ല രസം കേട്ടോ. പക്ഷേ ഇത് പൂക്കൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പം പൂവൊക്കെ വന്ന് പോയി. നല്ല രസം കേട്ടോ. അത് ഒരു ഇലച്ചെടിയാണത്. നിറഞ്ഞിനി അതൊക്കെ മാറ്റി നടണം. അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാം മാറ്റി നടണം. ഇനി തിങ്ങി അങ്ങോട്ട് വളർന്നാലും ശരിയാവത്തില്ല. ഇനി ഇളക്കി മാറ്റി നടണം നമുക്ക്, അല്ലേ? ഇളക്കി മാറ്റി നടണം. നല്ല ഭംഗിയാ കേട്ടോ മുറ്റത്തോട്ട് ഇപ്പം നോക്കാം. എന്താ വെച്ചാൽ ചെറിയ മഴയൊക്കെ പെയ്തത് കൊണ്ട് നല്ലൊരു പച്ചപ്പുണ്ട് കേട്ടോ ചെടിക്കൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എൻ്റെ മുറ്റം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കിളികളുടെ ബഹളമാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംമാതിരി കിളികളുണ്ട്, ചെടികളൊക്കെ നിൽക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെയൊക്കെ വെള്ളമൊക്കെ പിടിച്ച് വയ്ക്കുക. അന്നേരം അവർ കുളിയും നനയും എല്ലാം കഴിഞ്ഞ് അവരങ്ങ് പോവും കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ. ഉണക്കാകുമ്പോൾ ഭയങ്കര ഇതാണേ, ഇത്ര ഇതൊന്നും കാണത്തില്ല, പച്ചപ്പ് കാണത്തില്ല. അവിടുത്തെ പോച്ച നമ്മൾ പറിക്കണം. അപ്പോഴും ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ കേട്ടോ, ഇത്രയൊക്കെ ഉള്ളൂ.